ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് മേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. സംഭവം ഭയങ്കര സിമ്പിളാണ്. ബേസിക് ആയിട്ടുള്ള 2 സ്റ്റിച്ചസ് മാത്രം അറിഞ്ഞാൽ മതി ഈ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന അക്രിലിക്കിൻ്റെ ഒരു മൾട്ടി കളറിലെയാണ് 2.5 mm ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയിൻ മേക്ക് ചെയ്തെടുക്കാം. ചെയിൻ ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലാണ് ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയാണ് ചെയിൻ മേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കൊന്ന് യാൺ ഓവർ ചെയ്തെടുക്കണം ഹൂക്കിൽ കൂടെ. ഇനി ആ ഹുക്ക് വെച്ച് നമ്മുടെ യാണിനെ ഒന്ന് പുള്ളി ചെയ്ത് പുറത്തോട്ട് എടുക്കാം ആ ലോക്കിൽ കൂടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയിൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 39 ചെയിൻ മേക്ക് ചെയ്തെടുക്കണേ. സെക്കൻഡ് ചെയിനായി, തേർഡ് വൺ, ഫോർത്ത് വൺ, അങ്ങനെ 39 ചെയിൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രോഷ്യ ആണ്. ഇത് നമ്മുടെ 5ാമത്തെ ചെയിനിലാണ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യണം. ഇനി നമ്മുടെ 5th ചെയിനിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ യാണിനെ പുറത്തോട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ 3 ലോക്കുണ്ട്. അതിനകത്ത് 2 ലൂപ്പിലൂടെ നമുക്ക് ആദ്യം ഹുക്കിനെ പാസ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ബാക്കി വരുന്ന 2 ലൂപ്പിലൂടെ പാസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇതുപോലെ 2 ഡബിൾ ക്രോഷ്യയാണ് നമ്മുടെ 5th ചെയിൻ ചെയ്യേണ്ടത്. 2 ഡബിൾ ക്രോഷ്യ നമ്മളിപ്പോൾ ഒരിടത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 2 സ്റ്റിച്ചസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയണം. അടുത്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിനകത്ത് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും അടുത്ത 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവേ. ഇനി 3 ചെയിൻ ചെയ്യണം. ഫസ്റ്റ് ചെയിനായി, സെക്കൻഡ്, തേർഡ്, 3 ചെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് യാണൊന്ന് ജസ്റ്റ് ടേൺ ചെയ്തെടുക്കാം നമ്മൾ ചെയ്ത സംഭവം. ഇനി ആ ഗ്യാപ്പില്ലേ, ഓരോ ഗ്യാപ്പിലായിട്ടാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അത് 2 ഡബിൾ ക്രോഷ്യ തന്നെയാണ്. ആ ഓരോ ഗ്യാപ്പിലായിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ഗ്യാപ്പിലും ഓരോ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ത്രൂ ഔട്ട് ഫുള്ളായിട്ട് ചെയ്യണം. അത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യണം. 3 ചെയിൻ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ടേൺ ചെയ്തെടുക്കണേ. വീണ്ടും ഡബിൾ ക്രോഷ്യ തന്നെയാണ്. അതും ആ ഗ്യാപ്പിൻ്റെ ഇടയിലായിട്ടാണ്. ആദ്യം നമുക്ക് ഒരു 8 ഡബിൾ ക്രോഷ്യ ആ ഫസ്റ്റ് ഗ്യാപ്പിൽ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ് വൺ, തേർഡ് വൺ, ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ റോസിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി തൊട്ടടുത്ത ഗ്യാപ്പിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണേ. സ്ലിപ്പ് നോട്ട് ഇടുന്നത് ജസ്റ്റ് ആദ്യം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ യാണിനെ പുള്ളി ചെയ്തെടുത്തിട്ട്
നമ്മുടെ ആ ലോക്കില്ലേ, ആ ലോക്കിൽ കൂടെ ഒന്ന് പുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്യാപ്പിൽ ഇതുപോലെ 8 ഡബിൾ ക്രോഷേ ചെയ്യണം. അതിൻ്റെ അടുത്ത ഗ്യാപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഈ 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി ഫുള്ളായിട്ട്. നിങ്ങൾക്ക് ഈ യാണിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെ കുഞ്ഞു സംഭവങ്ങൾ ഏതെങ്കിലും ക്രോഷയുടെ പാറ്റേൺസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ത്രൂ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഒരു ചെയിൻ ചെയ്ത് നമുക്ക് ഈ യാണിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ പെറ്റൽസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനിത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പെറ്റൽസിന്. ഇനി ഗ്രീൻ കളറിലെ യാൺ എടുത്തിട്ട് ഫസ്റ്റ് നമുക്കൊരു മാജിക് റിംഗ് മേക്ക് ചെയ്തെടുക്കാം. അതിനകത്ത് സിംഗിൾ ക്രോഷേ അല്ല കേട്ടോ ചെയ്യുന്നത്, അതിനകത്ത് 10 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് നമ്മുടെ ഡബിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ആ സർക്കിളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് പുള്ളി ചെയ്ത് പുറത്തെടുക്കണം യാണിനെ. ഇനി ആ കാണുന്ന 3 ലോക്കില്ലേ, അത് 3ൽ കൂടെയും നമുക്ക് യാണിനെ ഇതുപോലെ പുള്ളി ചെയ്ത് പുറത്തോട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 10 എണ്ണം ചെയ്തെടുക്കണം. ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 10 ആയി കഴിയുമ്പോൾ നമ്മുടെ സർക്കിൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഫസ്റ്റ് ലോക്കിലെ അതുവഴി നമുക്കൊന്ന് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തേക്കാം. സ്ലിപ്പ് നോട്ടെന്നോ സ്ലിപ്പ് സ്റ്റിച്ചെന്നോ ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ചെയിൻ മേക്ക് ചെയ്തെടുക്കാം. ഇനി വീണ്ടും 2 ഡബിൾ ക്രോഷേ വെച്ച് ഓരോ സ്റ്റിച്ചിനകത്തും നമുക്ക് ചെയ്തെടുക്കണേ. അങ്ങനെ ടോട്ടൽ ഒരു 20 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വെച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഫുൾ റൗണ്ട് ചെയ്ത് കഴിയുമ്പം 20 എണ്ണം നമുക്ക് കിട്ടും. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 8 ചെയിൻ മേക്ക് ചെയ്തെടുക്കാം. ആ ഹുക്കിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റിച്ചില്ലേ, അതിനകത്തോട്ട് ഇനി ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യേണ്ടത്. അടുത്ത 2 എണ്ണത്തിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ലാസ്റ്റ് 2 എണ്ണത്തിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യണം.
ഇനി നമ്മുടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലാണ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ആ സർക്കിളിലെ ഈ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്തെടുക്കണേ. അതായത് ഇനി ഒരു 8 ചെയിൻ ചെയ്തെടുക്കണം. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ചെയിനിലും ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. പിന്നെ 2 സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേയും ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഫുള്ള് ചെയ്തിട്ട് നമ്മുടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് എടുക്കണം. ഈ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ. ഇനി നമുക്ക് വേഗം ചുരുട്ടി കൊടുത്താൽ മതി. നമ്മുടെ ഈ പെറ്റൽസ് എല്ലാം കൂടെ റെഡി ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തോട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഗ്രീൻ കളറിലെയാണില്ലേ അതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മുടെ റോസ് ഇവിടെ റെഡിയായി കിട്ടും. ഇനി സ്റ്റിക്ക് ഫുള്ളായിട്ട് നമുക്ക് ഗ്രീൻ കളറിലെ നൂല് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.